പൊളിറ്റിക്കൽ സയൻസിലെ 2 മാർക്കിനുള്ള 20 ക്വസ്റ്റ്യൻസിലെ പാർട്ട് 1 വീഡിയോ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് 11ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് രണ്ടാമത്തെ പാർട്ട് 2 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് എനി 2 ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ സംസ്ഥാനത്തിലെ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റേറ്റിൻ്റെ നാമമാത്രമായ ഒരു ഭരണാധികാരിയാണ് ഗവർണർ അല്ലേ. സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് അദ്ദേഹം തൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ വിനിയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ലെജിസ്ലേറ്റീവ് പവേഴ്സ്, നിയമനിർമ്മാണ അധികാരങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഗവർണറുടെ. നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് തുല്യമാണ് പല നിലകളിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറുടെ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ ഉൾപ്പെടുന്നതാണ് കാലാകാലങ്ങളിൽ നിയമസഭ വിളിച്ചുകൂട്ടുന്നതും നിർത്തിവെക്കുന്നതും ഒക്കെ ഗവർണറാണ്. അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ടായിരിക്കും. ഗവർണറുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ ഗവർണർ അനുമതി നൽകിയാൽ മാത്രമേ ഒരു ബില്ല് നിയമമായി തീരുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? അദ്ദേഹത്തിൻ്റെ ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്നതാണ്. പവേഴ്സ് അല്ലെങ്കിൽ ഗവർണറുടെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, illustrate with the help of any 2 examples that empowerment of weaker sections of society, especially women, has been duly taken care of in local bodies. അതായത് സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ പോലെയുള്ളവർ ലോക്കൽ ബോഡീസ്, അതായത് അവർക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള നടപടികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് 2 ഉദാഹരണങ്ങൾ എഴുതാനായിട്ടാണ്. നമുക്കറിയാം, ഒരുപാട് പ്രിവിലേജസ് അല്ലേ സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും വേണ്ടിയൊക്കെ നൽകുന്നു. സൗജന്യമായ വിദ്യാഭ്യാസം, അതുപോലെ തൊഴിൽ സാധ്യതകൾ, ഒരുപാട് ആനുകൂല്യങ്ങൾ, കുറഞ്ഞ നിരക്കിൽ കഴിക്കുന്നതിനുള്ള ധാന്യങ്ങൾ, ആഹാരങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ട്. വസ്തുവകകൾ, ഗ്രെയിൻസൊക്കെ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ വീടുകൾ, ഇലക്ട്രിസിറ്റി, ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ദുർബല വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുമായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം തന്നെയാണ്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ എനി 2 റൈറ്റ്സ് വിച്ച് മേക്ക് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ പൊളിറ്റിക്കലി സോവറിൻ. ഏതെങ്കിലും 2 അവകാശങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൊളിറ്റിക്കലി നമ്മുടെ പരമാധികാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ പരമാധികാരം എന്നതിൽ നിന്നുള്ള 2 അധികാരങ്ങളെക്കുറിച്ച് എഴുതാനായിട്ടാണ്. നമുക്കറിയാം, ഒരുപാട് ഒരുപാട് അവകാശങ്ങളുണ്ടല്ലേ. നമ്മുടെ പരമാധികാരത്തിന് കീഴിൽ നമ്മൾ ഒരുപാട് അവകാശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ ഭരണഘടന അനുവദിച്ച് തന്നിട്ടുള്ളതുമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള, അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇങ്ങനെ ധാരാളം അവകാശങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ പരമാധികാരത്തിന് കീഴിൽ ലഭ്യമാണ്. 14ാമത്തെ, എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് റിക്വയർഡ് ടു ഗെറ്റ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഓൾ ഇന്ത്യ നാഷണൽ പാർട്ടി ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ. ഒരു ദേശീയ പാർട്ടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അതിനുള്ള ഒരു അനുമതി കിട്ടണമെങ്കിൽ എന്തെല്ലാം വ്യവസ്ഥകൾ അല്ലെങ്കിൽ എന്തെല്ലാം അവർ യോഗ്യതകൾ നേടിയിരിക്കണം? എന്തൊക്കെയാണ്? കുറഞ്ഞത് 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ലോകസഭയിലെ 2% സീറ്റുകൾ നേടിയിരിക്കണം. 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ലോകസഭയിലെ 2% സീറ്റുകൾ നേടിയിരിക്കണം. പിന്നെന്താണ്? ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ പാർട്ടി 4 സംസ്ഥാനങ്ങളിൽ 6% വോട്ടുകൾ നേടണം. കൂടാതെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് 4 ലോകസഭാ സീറ്റുകൾ നേടണം. ഇങ്ങനെയുള്ള യോഗ്യതകളാണ് ഏതിനായിട്ട് ഒരു ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ഉള്ളത്. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ 2 നാഷൻ തിയറി അഡ്വക്കേറ്റഡ് ബൈ M.A. ജിന്ന? മുഹമ്മദ് അലി ജിന്നയുടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം, അതിനെക്കുറിച്ച് എഴുതാനായിട്ടാണ്. നമുക്കറിയാം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മുടെ
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കാര്യമായി സ്വാധീനിച്ച ഒരു മതദേശീയതയുടെ പ്രത്യയ ശാസ്ത്രമാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് നമുക്ക് പറയാം അല്ലേ. അതായത് ഈ സിദ്ധാന്തം അനുസരിച്ച് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാകേണ്ടവരാണെന്ന്, അതായത് അവരുടേതായ ആചാരങ്ങളും മതവും പാരമ്പര്യവും എല്ലാം വ്യത്യസ്തമാണെന്നും അതിനാൽ സാമൂഹികവും ധാർമ്മികവുമായ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ത് വേണം, ഹിന്ദു ഭൂരിപക്ഷ അടിസ്ഥാന രാജ്യമായ ഇന്ത്യക്ക് പുറത്ത് മുസ്ലിംസിന് എന്ത് വേണം, സ്വതന്ത്രമായൊരു പ്രത്യേക മാതൃഭൂമി വേണമെന്നുള്ള ആശയം. ഇതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. അസസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ബൈ ഇന്ത്യ ഇൻ 1998 ഓൺ ദ ഇൻഡോ-ചൈനീസ് ടൈസ്. 1998 അല്ലേ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നമുക്കറിയാം. ആ 98 മെയ് മാസത്തിൽ നടത്തിയ ഇന്ത്യൻ ആണവ പരീക്ഷണങ്ങൾ വിവിധ കാരണങ്ങളാൽ തണുത്തുറഞ്ഞിരുന്ന ബന്ധം, ഇന്ത്യ ചൈന ബന്ധം, അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള ആത്മാർത്ഥമായ നടപടികൾ കൈക്കൊള്ളുന്ന പ്രക്രിയയെ ഒരു പരിധിവരെ എന്ത് ചെയ്തു, ദുർബലപ്പെടുത്തി. ഒരുപക്ഷെ 1998 മെയ്യിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയിരുന്നില്ല എങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. രാഷ്ട്രവും ഗവൺമെൻറ്റും അല്ലേ. ജനസമൂഹം, പ്രദേശം, ഭരണകൂടം, പരമാധികാരം, ഇതൊക്കെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ജനസമൂഹം, പ്രദേശം, ഭരണകൂടം, പരമാധികാരം, ഇതെല്ലാം ഒരു സ്റ്റേറ്റിൻ്റെ ഘടകങ്ങളാണ്. ഭരണകൂടം രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ്, ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഘടകം മാത്രമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ജനങ്ങളിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഏതിൽ പങ്കാളിയാവാൻ കഴിയുള്ളൂ, ഗവൺമെൻറ്റിൽ പങ്കാളികളാകാൻ, ഭരണകൂടത്തിൽ പങ്കാളികളാകാൻ കഴിയുന്നുള്ളൂ. ഒരു ഗവൺമെൻറ്റിലൂടെ മാത്രമാണ് ഏത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഒരു സ്റ്റേറ്റ് രാഷ്ട്രം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിലെ അംഗത്വം നിർബന്ധമാണല്ലോ. ഒരു സ്റ്റേറ്റിൽ നമ്മൾ ജീവിച്ചേ പറ്റൂ, അവിടുത്തെ അംഗത്വം നിർബന്ധമാണ്. പക്ഷേ ഭരണകൂടങ്ങളിലെ പങ്കാളിത്തം എന്ന് പറയുന്നത് നമുക്ക് ഭാഗ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. അതുപോലെ രാജ്യത്തിലെ ജനസമൂഹം ഭരിക്കുന്നവരുണ്ടാകാം, ഭരിക്കപ്പെടുന്നവരുണ്ടാകാം. ഇങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഭരിക്കുന്നവരുമുണ്ട്, ഭരിക്കപ്പെടുന്നവരുമുണ്ട്. ഭരിക്കുന്നവരാണ് ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നതിൽ ഭരിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്, ഭരണകൂടം, ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. ഭരിക്കപ്പെടുന്നവർക്ക് രാജ്യവുമായിട്ട് പ്രത്യക്ഷ പ്രവൃത്തി ബന്ധമൊന്നും ഉണ്ടാകുന്നില്ല. മനസ്സിലായല്ലോ. അപ്പോൾ രണ്ട് വിഭാഗമുണ്ട്, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും. അതിൽ ഭരിക്കുന്നവർ ചേർന്നാണ് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. ഇനി അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ്, ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഥിരമായ സംവിധാനമാണല്ലേ. അതേസമയം ഗവൺമെൻറ് തൽക്കാലത്തേക്കോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നിശ്ചിത കാലയളവിലേക്കോ വേണ്ടി മാത്രമുള്ളതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ സംവിധാനമാണ്. ഇനി ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകാൻ വഴിയില്ല അല്ലേ, വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകില്ല. അതേസമയം ഒരു ഗവൺമെൻറ് ആണെങ്കിൽ എന്താണ്, അതിൻ്റെ സ്വഭാവത്തിലും ഘടനയിലും എല്ലാം എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വ്യത്യസ്തമായ രീതിയായിരിക്കും. ഗവൺമെൻറ് ചിലപ്പോൾ പ്രസിഡൻഷ്യൽ ആവാം, പാർലമെൻ്ററി രീതിയാകാം, ചിലപ്പോൾ രാജാധിപത്യം, ജനാധിപത്യം, ഏകാധിപത്യം, ഏത് വേണോ ആകാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ സിംഗിൾ സിറ്റിസൺഷിപ്പ്. എന്താണ് ഏക പൗരത്വം? നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തെ അംഗത്വം അല്ലെ, ഒരു രാജ്യത്തെ പൗരത്വം മാത്രം ലഭിക്കുന്ന, ഒരു രാജ്യത്ത് മാത്രമുള്ള അംഗത്വം ലഭിക്കുന്നതിനെയാണ് നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഏക പൗരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇന്ത്യാസ് പാർട്ടിസിപ്പേഷൻ ഇൻ UN പീസ് കീപ്പിംഗ് പ്രോസസ്സ്. യുണൈറ്റഡ് നാഷൻസിൻ്റെ സമാധാന സംരക്ഷണത്തിൽ അല്ലെങ്കിൽ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷനെ കുറിച്ച് എഴുതാനാണ്, ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് എഴുതാനാണ്. ഒരുപാട് സംഭാവനകളാണ് UN ഇന്ത്യ നൽകിയിട്ടുള്ളത് അല്ലേ. 1950 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തൊട്ടു പിന്നാലെ 60 പാരച്യൂട്ട് ഫീൽഡ് ആംബുലൻസ്, അതുപോലെ കൊറിയൻ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന UN സേനകൾക്ക് വൈദ്യസഹായം നൽകാൻ ഒക്കെ ഇന്ത്യൻ സൈന്യത്തെ നമ്മൾ അയച്ചിട്ടുണ്ട്. ഈ യൂണിറ്റ് 3.5 വർഷക്കാലം അവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ 1956 നവംബർ 15 മുതൽ 1967 മെയ് 19 വരെ ഇന്ത്യയിൽ നിന്നുള്ള 11 കാലാൾപ്പട ബറ്റാലിയനുകൾ UN എമർജൻസി ഫോഴ്സിൽ ഭ്രമണം ചെയ്തുകൊണ്ട് ഫ്രാൻസ്,
UK, ഇസ്രായേൽ എന്നിവ ഈജിപ്ഷ്യൻ പ്രദേശത്ത് നിന്ന് പിൻവലിയുന്നതിലൊക്കെ ഇന്ത്യ UN-നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എഴുതാനുള്ളത്. ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക. ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹിസ്റ്ററിയുടെ എക്സാം കഴിഞ്ഞതോടുകൂടി നമുക്കത് ഏറെക്കുറെ ബോധ്യമായതാണല്ലേ. അതുകൊണ്ട് ഏത് വരത്തില്ല എന്നൊന്നും ഒന്നും പറയാനും പറ്റത്തില്ല. വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ? നമുക്കറിയാം, പരിസ്ഥിതി നാശം, പരിസ്ഥിതിക്ക് അധപ്പതനം അല്ലേ, പാരിസ്ഥിതിക തകർച്ച എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഭൂമിയുടെ ശിഥിലീകരണത്തെ, നാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ സമ്പത്തായ വായു, മണ്ണ്, ജലം ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മൾ അമിത ഉപഭോഗത്തിലൂടെ നശിപ്പിക്കുന്നു. അതുപോലെ വന്യജീവികളുടെ നാശം, ഉന്മൂലനം ഇവയെല്ലാം മനുഷ്യൻ്റെ കടന്നുകയറ്റം മൂലം, പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റം മുഖേന ഉണ്ടാകുന്നവയാണ്. ഇതെല്ലാമാണ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 പാർട്ടായിട്ട് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇത് തന്നെ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്ര, കിട്ടുന്നത്ര എല്ലാ നോട്ട്സും എന്ത് ചെയ്യുക, എവിടെ നിന്നൊക്കെ പഠിക്കാൻ കിട്ടുമോ എല്ലാം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് സോഷ്യോളജിയുടെ പാഠഭാഗങ്ങളും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്